കുറച്ചേറെ കാലമായി സീരിയൽ താരം മൃദുല വിജയുടെ അനുജത്തി പാർവതിയുടെ യൂട്യൂബ് വീഡിയോസിൽ ഒന്നും തന്നെ ഭർത്താവ് അരുണിനെ കാണാറേയില്ല. അരുണിൻ്റെ വീഡിയോകളിൽ പാർവതിയെയും വിവാഹവും മകളുടെ ജനനവും ഒക്കെയായി വീട്ടിൽ ഒതുങ്ങിക്കൂടുകയായിരുന്നു വിവാഹശേഷം താരം. കുറച്ചേറെ കാലത്തിന് ശേഷം കേരളത്തിൽ സംപ്രേഷണം ചെയ്യുന്ന മാനത്തെ കൊട്ടാരം എന്ന സീരിയലിലൂടെ താരം ഇപ്പോൾ വീണ്ടും മിനിസ്ക്രീനിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. വിവാഹശേഷം തനിക്ക് മുടങ്ങിപ്പോയ പഠനം പൂർത്തിയാക്കണമെന്ന് മുമ്പൊരിക്കൽ പാർവതി തൻ്റെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അതിനോടൊപ്പം തന്നെ സീരിയലിലേക്ക് ഇനിയില്ല എന്നും മകളുടെ കാര്യങ്ങളൊക്കെ നോക്കി മുന്നോട്ട് പോകാനാണ് ഇഷ്ടമെന്നും താരം പറഞ്ഞിരുന്നു. എന്നാൽ ഈ വാക്കുകളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടായിരുന്നു താരത്തിൻ്റെ ശക്തമായ തിരിച്ചുവരവ്. അതിനുശേഷമാണ് പാർവതിയുടെ യൂട്യൂബിൽ വീഡിയോകളിൽ ഭർത്താവ് അരുണിൻ്റെ അഭാവം എല്ലാവരും മനസ്സിലാക്കുന്നത്. കമൻറ്റിലൂടെ അരുണിനെ എല്ലാവരും അന്വേഷിച്ചെങ്കിലും അതിനൊരു മറുപടി ഇതുവരെ പാർവതി നൽകിയിട്ടില്ല. വിവാഹശേഷം താലിയും സിന്ദൂരവും അണിയാതെ പാർവതിയെ കാണാറേയില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ പാർവതി തൻ്റെ വീഡിയോസിൽ ഒന്നും തന്നെ താലിയും സിന്ദൂരവും അണിയുന്നില്ല എന്നു മാത്രമല്ല, അരുണിനൊപ്പമുള്ള ഒരു ഫോട്ടോ പോലും താരം പങ്കുവെക്കാറില്ല. ഇക്കഴിഞ്ഞ വിജയദശമിയിൽ മകൾ യാമികയെ എഴുത്തിനിരുത്തിയിരുന്നു. അപ്പോഴും ഭർത്താവ് അരുണും അമ്മയും ആ ഒരു വീഡിയോയിൽ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, ആ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സ് താരം ഓഫാക്കിയിട്ടിട്ടുണ്ടായിരുന്നു. ഭർത്താവിനെ അന്വേഷിക്കുന്നത് കൊണ്ടാവാം പാർവതി അങ്ങനെ ചെയ്തത്. കുടുംബവിളക്ക് എന്ന പരമ്പരയിലെ ശീതൾ എന്ന കഥാപാത്രത്തിലൂടെയാണ് പാർവതി സീരിയൽ രംഗത്ത് എത്തുന്നത്. പാർവതിയുടെ മുഖം പ്രേക്ഷകർക്ക് പരിചിതമാവുന്നതിന് മുമ്പ് തന്നെ തൻ്റെ വിവാഹം കഴിഞ്ഞ് കുടുംബജീവിതവുമായി ഒതുങ്ങി ജീവിക്കാൻ പാർവതി തയ്യാറായിരുന്നു. സീരിയൽ അഭിനയിച്ച് 3 മാസം പിന്നിടുമ്പോഴേക്കും ക്യാമറാമാൻ അരുണുമായി അടുക്കുകയും വിവാഹിതയാവുകയും ചെയ്തു. ഒരു ദിവസം ഷൂട്ടിങ്ങിനെന്ന പോലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ പാർവതി അരുണുമായി ഒരു ക്ഷേത്രത്തിൽ വെച്ച് വിവാഹിതരാവുകയായിരുന്നു. പിന്നീട് സോഷ്യൽ മീഡിയയിലൂടെയാണ് ആരാധകർ ആ വാർത്ത അറിയുന്നത്.